ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഏയോൺ മാളിലേക്കാണ്. അങ്ങനെ നമുക്ക് ഏയോൺ മാളിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. നമ്മൾ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പായി മഴ പെയ്തു കഴിഞ്ഞതിനാൽ കുറച്ചൊക്കെ വെള്ളം ഇപ്പോഴും റോഡിൽ തന്നെ കാണാം. സാധാരണയായി ഇവിടെ എത്തിയാൽ സെലഡോൺ സിറ്റിയുടെ തന്നെ ഒരു വണ്ടി ഉണ്ടാവാറുണ്ട്. ആ വണ്ടി ഇലക്ട്രിക് വണ്ടിയാണ്. അത് മെയിനായി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അപ്പാർട്ട്മെൻറ്റിൽ നിന്നും മാളിലേക്ക് പോകാനും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരാനുമാണ്. ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ആ വണ്ടി കാണാനേ ഇല്ല. അങ്ങനെ വണ്ടിയെ തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ നടന്നു. ഈ വണ്ടിയെ ഇവിടെ പറയുന്നത് ബഗ്ഗി എന്നാണ്. അങ്ങനെ ബഗ്ഗിയിൽ കയറി ഞങ്ങൾ നേരെ ഏയോൺ മാളിലേക്ക്. ഏയോൺ മാളിൻ്റെ പുറത്ത് കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇതൊക്കെ ഓൺലൈൻ പർച്ചേസിൻ്റെ വണ്ടികളാണ്. അങ്ങനെ ഏയോൺ മാളിൻ്റെ സൈഡിലെ എൻട്രൻസ് വഴി ഞങ്ങൾ അകത്തേക്ക്. ഇതുപോലുള്ള കുറേ എൻട്രൻസുകൾ പല ഭാഗത്തായി ഏയോൺ മാളിലുണ്ട്. ഏയോൺ മാളിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. അതിൽ തന്നെ ജ്വല്ലറികളും ടെക്സ്റ്റൈൽ ഷോപ്പുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ ഉൾപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ ഏയോൺ മാളിൻ്റെ അകത്തുകൂടെ നടന്നു. ആദ്യം പോകുന്നത് വീക്കെൻഡിൽ മാത്രം കാണാറുള്ള ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ കൂടുതലായും സാധനങ്ങൾ വളരെ വിലക്കുറവിൽ ലഭിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കാണിച്ച കപ്പിന് വില 11,000 VND ആണ്. ഇതൊരു പ്ലേറ്റാണ്, നല്ല വൈറ്റ് കളറുള്ള പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ വിലകൾ 60,000 VND, 40,000 VND അങ്ങനെയാണ്. ഓരോ സാധനത്തിൻ്റെ വിലയും അതേ സാധനത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്തതായി കാണാൻ സാധിക്കുന്നു. സാധനങ്ങളുടെ വിലകളൊക്കെ കാണുമ്പോൾ ഇന്ത്യക്കാരായതിനാൽ നമുക്ക് ആദ്യം ഒരു പേടി തോന്നും. പക്ഷേ ഈ വില ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ആക്കിയാൽ അത്ര വലിയ വിലയൊന്നുമല്ല. ഇപ്പോൾ ഈ കാണുന്ന നല്ല ഒരു പാത്രത്തിന് വില 1,72,800 VND ആണ്. വിയറ്റ്നാമിലെ 350 VND ഇന്ത്യയിലെ 1 രൂപ മാത്രമേ ആവുന്നുള്ളൂ. ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ മൺകലങ്ങളെ ഓർമ്മ വരുന്നു. ഈ പാത്രത്തിൻ്റെ വില 1,08,000 VND. പാത്രങ്ങളുടെ സൈസ് ചെറുതാവുമ്പോൾ വിലയും കുറയുന്നു. ഇപ്പോൾ കാണുന്ന പാത്രങ്ങളൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളാണ്. ഇതിനൊക്കെ വിലകളും കുറച്ച് കുറവാണ്. 9,000 VND, 15,000 VND, 20,000 VND അങ്ങനെയാണ് ഈ പാത്രങ്ങളുടെ വിലകൾ. ഈ പാത്രങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ പോയത് നോൺ സ്റ്റിക്കിൻ്റെ ഏരിയയിലേക്കാണ്. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ക്വാളിറ്റികൾ നമ്മുടെ നാട്ടിലെ പാത്രങ്ങളുടെ ക്വാളിറ്റിയേക്കാൾ നല്ലതാണ്. അതിൻ്റെ വിലകൾ നമുക്കിവിടെ കാണാം. 1,99,000 VND, 1,89,000 VND, 2,79,000 VND വിലകൾ അങ്ങനെ പോകുന്നു. ഈ കാണുന്ന പച്ച കളറുള്ള ഗ്ലാസ് അടപ്പുള്ള പാത്രത്തിൻ്റെ വില കുറച്ച് കൂടുതലാണ്. 3,99,000, 5,79,000 അങ്ങനെയാണ് ഇതിൻ്റെ വിലകൾ. ഈ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളുടെ വിലകളും അതുപോലെ തന്നെ 5,90,000, 5,50,000 VND അങ്ങനെ പോകുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ഇലക്ട്രോണിക്സ് ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് കുറേ മിക്സികളും ചെറിയ ബ്ലെൻഡറുകളും ഫാനുകളും കാണാൻ സാധിക്കുന്നു. ഈ കാണുന്നത് മാജിക് എന്ന കമ്പനിയുടെ ചെറിയൊരു ബ്ലെൻഡറാണ്. ഇതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. ഇത് ചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ജ്യൂസും മറ്റും ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ഇലക്ട്രോണിക്സ് ഉപകരണമാണിത്. ഇതിൻ്റെ വില അത്ര കൂടുതലൊന്നുമില്ല. 3,99,000 VND. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 1,500 രൂപ. ഈ കാണുന്നത് മാജിക് എന്ന കമ്പനിയുടെ ഒരു ഇലക്ട്രോണിക്സ് ബ്രഷാണ്. ഇത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. ഇത് വാങ്ങിയാൽ പിന്നെ പല്ല് തേക്കാനും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരില്ല. ഇത് വെറുതെ ഒന്ന് പല്ലിലേക്ക് വച്ചു കൊടുത്താൽ മെഷീൻ തന്നെ പല്ലൊക്കെ ക്ലീനാക്കി തരും. അതുകൂടാതെ ഈ മെഷീനിൽ കുറേ മോഡുകളുമുണ്ട്. ഏതു തരത്തിലുള്ള ക്ലീനിങ് മോഡാണ് നമുക്ക് ആവശ്യം ആ മോഡിലേക്ക് ഈ മെഷീൻ സെറ്റ് ചെയ്ത് പല്ല് തേക്കാനായി ഈ മെഷീൻ ഉപയോഗിക്കാം. ഇതിൻ്റെ ഉപയോഗങ്ങളും ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഈ ചേച്ചി പറഞ്ഞു തന്നു. വിയറ്റ്നാമിലുള്ളവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ വളരെ മിടുക്കാണ്. അങ്ങനെ ഇത് ഉപയോഗിക്കുന്ന രീതികളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യരുടെ പല പ്രതിദിന വർക്കുകളിലേക്കും മെഷീൻ്റെ ഉപയോഗം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ മെഷീനുകളാണിവ.
ഇതുകൂടാതെ വേറെയും കുറേ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാം. മിക്സർ ഗ്രൈൻഡറിൻ്റെ ക്വാളിറ്റി കാണിക്കാനായി ഫ്രൂട്ട്സുകൾ ഉപയോഗിച്ച് ഇവിടെ ജ്യൂസുകൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് നടന്നു. ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ചുണ്ട് നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം മെഷീൻ ബോട്ടിലാണ്. ഇതിൻ്റെയൊക്കെ വിലകളും ഇവിടെ തന്നെ പ്രദർശിപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ് ഈ ചേച്ചി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഫാനിൻ്റെ സെക്ഷനിലേക്കാണ്. പലതരം ഫാനുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുകൂടാതെ പലതരം മസാജിങ് ഉപകരണങ്ങളും നമുക്ക് കാണാം. ഈ മസാജിങ് ഉപകരണം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉപയോഗരീതിയും അവർ കാണിച്ചു തന്നു. ഇന്ത്യയെ അപേക്ഷിച്ച് വിയറ്റ്നാമിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ലഭിക്കുന്നത് വളരെ കൂടുതലാണ്. ഏതു കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് റിസർച്ച് ചെയ്യുകയാണ് വിയറ്റ്നാമിലുള്ളവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാനും സാധിക്കാറുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ ലഭിക്കാറുള്ള കൂളറുകളാണ്. അതുകൂടാതെ പല ലഞ്ച് ബോക്സുകളും ഭക്ഷണങ്ങൾ ബോക്സിൽ വെച്ച് തന്നെ ചൂടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും കാണാൻ സാധിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.